ഒരു കൂർക്കം വലിയോടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അവർ പറഞ്ഞ കാര്യം, കുട്ടി രാത്രി എണീറ്റിരിക്കുന്നു എന്നുള്ളൊരു അതെ അതെ കണ്ടീഷനാണ് അതെ അല്ലേ, എനിക്ക് തോന്നുന്നു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതെ അതെ പോലുള്ള അതെ അസുഖങ്ങൾ. അപ്പോൾ അസുഖങ്ങൾ. ഈ കൂർക്കം വലിയും ഈ പറഞ്ഞ രാത്രി എണീറ്റിരിക്കുന്ന അവസ്ഥ, അതായത് ഉം. ശ്വാസം കിട്ടാതായിരിക്കും മിക്കവാറും അതെ അതെ ആളുകളെ, അതെ അതെ ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൂർക്കം വലി ഉണ്ടാവുന്നത് ശ്വാസനാളം ചുരുങ്ങി ഉം, വളരെ കോംപ്രമൈസ്ഡ് ആയിട്ട്, വളരെ നാരോ ആയിട്ട്, ഉം, വളരെ ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളെ ശരീരം ശ്വാസം എടുക്കാൻ വേണ്ടി ആഞ്ഞ് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂർക്കം വലിക്കുമ്പോൾ നമ്മൾ ശബ്ദം കൂടി കൂടി വരും. ഉം, ഉം, നമ്മൾ ഉറക്കത്തിൽ ഈ കൂർക്കം വലിയുടെ ശബ്ദം കൂടി കൂടി വന്നിട്ട് ഒരു പക്ഷേ ഒരു അവസ്ഥയിൽ അത് നിന്നു പോകും. ആപ്നിയ എന്ന് പറയും. അപ്പോൾ ആ നിന്ന് പോകുന്ന അവസ്ഥ 10 സെക്കൻഡിൽ കൂടുതൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, അതിൽ കൂടുതലൊക്കെ വരാം. അപ്പോൾ ഈ ഓക്സിജൻ തലച്ചോറിന് കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇത് ശ്വാസം അത്രയും പോകുന്ന ഇതിൽ ആഞ്ഞൊരു വലി വലിക്കും. ബ്രെയിന് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കും, ആഞ്ഞൊരു വലി വലിക്കും. അപ്പം വീണ്ടും ഈ ഇയാൾ ഇങ്ങനെ കൂർക്കം വലി വീണ്ടും തുടങ്ങും. അതായത് നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൂർക്കം വലിച്ച് 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 അവസാനം കൂർക്കം വലി നിന്നു. അതെ. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾക്ക് കൂർക്കം വലി നിന്നല്ല, അയാളെ ശ്വാസം നിന്നതാണ്. ഉം, ആ ശ്വാസം നിന്ന അവസ്ഥയിൽ ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ അയാൾ പല പൊസിഷനും നോക്കും. അയാൾ ഏതെങ്കിലും സാധാരണ ഇതിൽ മലന്ന് കിടക്കുമ്പോൾ അത് കൂടുതലുണ്ടാവുക. അപ്പം സ്വാഭാവികമായിട്ടും ചെരിഞ്ഞ് കിടക്കും. അപ്പം നാവ് ഒന്ന് ചെരിഞ്ഞ് ആ ഗ്യാപ്പിലൂടെ ശ്വാസം കിട്ടുന്ന ഒരവസ്ഥ വരാം. അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കും, അല്ലെങ്കിൽ എണീച്ചിരിക്കും. ഇപ്പോൾ ഈ നമ്മളുടെ നേരത്തെ വിളിച്ച സ്ത്രീ പറഞ്ഞ പോലെ നാട്ടകുത്തി നിൽക്കാറുണ്ട്, ഇങ്ങനെ 4 കാലിലും നിൽക്കുന്ന അവസ്ഥയിലുണ്ടാവും. ചില ആൾക്കാർ അവിടുന്ന് ഒന്ന് എണീച്ചിരിക്കും, വേറെ സ്ഥലത്ത് പോയി ഉറങ്ങും. അപ്പോൾ നമ്മൾ ഇതിൽ കുട്ടികൾ ചിലപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, കിടന്ന സ്ഥലത്താവില്ല പിന്നെ എണീക്കുന്നത്. നമ്മൾ ഉറങ്ങുന്ന സ്ഥലം ആ പൊസിഷൻ വട്ടം തിരിയും ചില കുട്ടികൾ. അത് കിടങ്ങുന്ന സ്ഥലത്ത് തന്നെ വട്ടം തിരിയും, ചവിട്ടും, മറ്റുള്ള ആൾക്കാരെ ചവിട്ടും, ചിലപ്പോൾ മൂത്രമൊഴിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താ പ്രയാസം എന്ന് വെച്ചാൽ, ഇത് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ല, ബ്രേക്കിംഗ് ഉണ്ട്. അതായത് ഉറക്കം കണ്ടിന്യൂസ് തുടർച്ചയില്ല, അതിനിടയ്ക്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് ശരിയായ ഉറക്കമില്ല, തലച്ചോറിന് ഓക്സിജൻ കിട്ടുന്നില്ല. നമ്മൾ തലച്ചോറ് റിഫ്രഷ് ആവുന്നത്, നമ്മൾ തലച്ചോറ് കമ്പ്യൂട്ടറിനോട് ഉപമിക്കാറുണ്ടല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ ഓഫാക്കുമ്പോൾ റിഫ്രഷ് ചെയ്തിട്ടാണ് ഓഫാക്കുക. അപ്പം നമ്മൾ തലച്ചോറിൻ്റെ റിഫ്രഷ്മെൻറ്റ് നടക്കുന്നത് ഈ രാത്രി ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ ശരിക്കും നമ്മൾ ഉറക്കത്തിൽ ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മളുടെ എനർജിയുടെ ഏകദേശം 100 മടങ്ങ്, 100%-ലധികം, 170% വരെ എന്നൊക്കെ കണക്കുകൾ പറയുന്നുണ്ട്. അത്രയും എനർജി ഉള്ള ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. നമ്മളെ ശരീരം തളർന്ന് കിടക്കുകയാണെങ്കിലും നമ്മളെ തലച്ചോറ് കർമ്മനിരതമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഓർമ്മകൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓർമ്മകൾ ഉറക്കുന്നത് ഈ ഉറക്കത്തിലൂടെയാണ്. നമ്മൾ മൊത്തം ശരീരം റിഫ്രഷ്ഡ് ആവുന്ന ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഫ്രഷ് ആയിട്ട് എണീക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചല്ലോ. അതായത് പഠനത്തിൽ പിന്നോക്കം പോകും. ഇത്തരം അടിനോടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ABC, അവരുടെ A പോവും, B പോവും, C പോവും, കുറയും. അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ കുറയും. അവർ പഠനത്തിൽ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. രണ്ടാമത് അവർ ബിഹേവിയർ പ്രശ്നങ്ങളുണ്ടാവും. അവർ ശരിയായ ഉറക്കമില്ലാത്ത ഇറിറ്റബിൾ ആയിരിക്കും. അവർക്ക് ഒന്നിനും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, എല്ലാത്തിനും ബിഹേവിയറൽ ഇഷ്യൂസ്, അവർ സ്വഭാവത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അറ്റൻഷൻ പ്രശ്നം ഉണ്ടാവും, ബിഹേവിയറൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ മൂന്നാമതാണ് കോഗ്നിഷൻ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾക്ക് പ്രയാസം വരും, ഓർമ്മക്കുറവുണ്ടാവും, പഠനത്തിൽ പിന്നോക്കം പോകും, സ്കോളാസ്റ്റിക് പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് അഡിനോയിഡ് എന്നുള്ളത് ചില്ലറ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ അഡിനോയിഡ് പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അല്ലെങ്കിൽ കൂർക്കംവലി പ്രശ്നമുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ, അവർ അഡിനോയിഡിൻ്റെ ചികിത്സ കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് തന്നെ കൂടുന്ന കാണാൻ പറ്റും. അവരുടെ അറ്റൻഷൻ കൂടും, അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, അവരുടെ സ്വഭാവ പ്രയാസങ്ങളും മെച്ചപ്പെടുന്നുണ്ട്, അവരുടെ അക്കാഡമിക് പെർഫോമൻസ്, സ്കൂളിലെ പെർഫോമൻസ് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ തരത്തിലും, ഇത് നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ 1/3 ഭാഗം ഉറങ്ങുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഏകദേശം. അതായത് നമ്മൾ 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 25 മണിക്കൂറും അയാൾ ഉറക്കത്തിലാണ്. അപ്പോൾ ഈ 1/3 ഭാഗം ശരിയായില്ലെങ്കിൽ ബാക്കി 2 ഭാഗവും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മൊത്തത്തിൽ തന്നെ ശരിയായ ഉറക്കം എന്നുള്ളത് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മൾ മൊത്തത്തിലുള്ള പെർഫോമൻസിനും വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഉറക്കം പ്രോപ്പർ ആവില്ല അടിനോടുള്ള കുട്ടികൾ, അഡൾട്ട്സിലും. അപ്പോൾ ആ ഉറക്കം വളരെ ക്ലിയർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.